ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, കാർസ്, ഡെത്ത് റേസ്, ട്രാൻസ്ഫോമേഴ്സ് ഈ സിനിമകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഈ സിനിമകളിലെല്ലാം കാർസ്, ബൈക്സ്, ട്രക്സ് എല്ലാം ഓരോ ക്യാരക്ടേഴ്സാണ്. 1962 ഇറങ്ങിയ ജെയിംസ് ബോണ്ട് സിനിമയിൽ ജെയിംസ് ബോണ്ട് യൂസ് ചെയ്തിരുന്ന 007 എന്ന നമ്പറുള്ള കാറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. തുടർന്നിറങ്ങിയ ജെയിംസ് ബോണ്ടിൻ്റെ എല്ലാ ഫ്രാഞ്ചൈസികളിലും ബോണ്ടിൻ്റെ ഈ ഒരു കാറ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. BMW, ആസ്റ്റൺ മാർട്ടിൻ തുടങ്ങിയ കാർ നിർമ്മാണ കമ്പനിയാണ് ജെയിംസ് ബോണ്ട് കാറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മെഷീൻ ഗണ്ണുകൾ, റിമോട്ട് കൺട്രോൾ ഡ്രൈവിംഗ്, ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസുകൾ, സബ്മറൈൻ തുടങ്ങിയ സിനിമാറ്റിക് ഗിമിക്സ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ജെയിംസ് ബോണ്ട് സിനിമകളിലാണ്. നമ്മുടെ മലയാളത്തിലും ഒരു ജെയിംസ് ബോണ്ട് ഉണ്ട്, നമ്മുടെ സ്വന്തം CID മൂസയും മൂസാക്കാറും. മൂസാക്കാറിൻ്റെ പ്രത്യേകത നമ്മളെല്ലാവരും കണ്ടതാണ്. 2001 പുറത്തിറങ്ങി 2019 ഏറ്റവും നല്ല ആക്ഷൻ മൂവിക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ സിനിമ. ഓരോ വർഷവും ഈ ഫ്രാഞ്ചൈസിൽ നിന്ന് വരുന്ന സിനിമ കാണാൻ വേണ്ടിയിട്ട് ആരാധകർ കാത്തിരിക്കുകയാണ്. ടൊയോട്ട സൂപ്ര, മിറ്റ്സുബിഷി, ഫെറാറി തുടങ്ങിയ വമ്പൻ സ്പോർട്സ് കാറുകളെ നമുക്ക് സുപരിചിതമാക്കിയ സിനിമ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. ഈ സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സിനോടൊപ്പം തന്നെ അതിലെ കാറുകളും നമുക്ക് പ്രിയപ്പെട്ടതായി. ഇന്ന് ഇന്ത്യൻ സിനിമയ്ക്കും അതുപോലെ ഒരു കാറ് പ്രിയപ്പെട്ടതാകാൻ പോവുകയാണ്. നാഗശ്വിൻ്റെ സംവിധാനത്തിൽ പ്രഭാസ് നായകനായി അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ തുടങ്ങിയ വമ്പൻ താരനിരയിൽ ഒരുങ്ങുന്ന കൽക്കി 2898 AD എന്ന പാൻ ഇന്ത്യൻ സിനിമ. ഈ സിനിമയിലെ ബുജി എന്ന റോബോട്ടിക് വെഹിക്കിളാണ് ഇന്ന് ഇന്ത്യൻ സിനിമയിലൊക്കെ തന്നെ ചർച്ചാ വിഷയം. അപ്പോൾ ആരാണ് ബുജി? പ്രഭാസ് അവതരിപ്പിക്കുന്ന ഭൈരവ എന്ന കഥാപാത്രത്തിൻ്റെയും ബുജി എന്ന റോബോട്ടിക് കാറിൻ്റെയും ഒരുമിച്ചുള്ള യാത്രയൊക്കെയാണ് ഈ സിനിമ സൂചിപ്പിക്കുന്നത് എന്നാണ് ട്രെയിലറിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മെഷീൻ എന്നതിനപ്പുറം ബുജിയും ഭൈരവയും തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻസും ബോണ്ടിങ്ങും ഒക്കെ തന്നെ നമുക്ക് ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ആനന്ദ് മഹീന്ദ്രയുടെ സഹായത്തോടെയാണ് ബുജി നിർമ്മിക്കപ്പെട്ടത്. ബുജി എന്ന റോബോട്ടിക്സ് കാർ തീർച്ചയായും പ്രേക്ഷകരെ സ്ക്രീനിൽ ത്രില്ലടിപ്പിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. കീർത്തി സുരേഷാണ് ബുജിക്ക് ശബ്ദം നൽകിയിരിക്കുന്നത്. ടീസറിൻ്റെ എൻഡിൽ പ്രഭാസ് പറയുന്നുണ്ട് ലവ് യു ബുജി എന്ന്. അതുപോലെ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ ബുജിക്ക് സാധിക്കട്ടെ. ഒപ്പം കൽക്കി 2898 AD ഒരു വമ്പൻ വിജയമാവട്ടെ.